ചോദിക്കാനുള്ളത്, എനിക്കറിയാം ഡോക്ടർ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. ഒരുപാട് പേര് ട്രീറ്റ് ചെയ്ത് കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഫെർട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരുമോ? ഒരുപാട് പേര് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. അപ്പം നമുക്ക് ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആഫ്റ്റർ ഡെലിവറി നമുക്ക് വരുമോ എന്നുള്ളതാണ് വേറൊരു ഡൗട്ട്. നമ്മുടെ ഇപ്പം നൂതന ചികിത്സാ രീതികൾ, സയൻസ് ഒരുപാട് പുരോഗമിച്ചത് കാരണം നൂതന ചികിത്സാ രീതികളൊന്നും തന്നെ ശരീരത്തിന് അപായം ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ വന്ധ്യത എന്താണെന്ന് പറഞ്ഞാൽ ഒരു കപ്പിള് 12 മാസം അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷവും വിവാഹം കഴിഞ്ഞ് 12 മാസം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവാത്തപ്പോഴാണ് നമ്മൾ ആ ദമ്പതികൾക്ക് വന്ധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്ത്രീകളുടെ ഘടകം കൊണ്ടുവരാം, പുരുഷന്മാരുടെ ഘടകം കൊണ്ടുവരാം. അപ്പം നമ്മൾ സ്ത്രീയും പുരുഷനെയും പരിശോധിക്കും. സ്ത്രീകളുടെ യൂട്രസിൻ്റെ സ്കാൻ ചെയ്യും, നമ്മുടെ ഹോർമോൺസ് ടെസ്റ്റ് ചെയ്യും. പുരുഷന്മാരുടെ ബീജത്തിൻ്റെ അളവ്, കൗണ്ട്, ആ ബീജത്തിൻ്റെ അനക്കം, മോർഫോളജി, ഷേപ്പ് ഒക്കെ നോക്കും. ഇതിലെതിരാണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിച്ചായിരിക്കും വനിതാ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാം നേരത്തെ സംസാരിച്ച PCOD ഒക്കെ പലർക്കും വന്ധ്യതയ്ക്ക് ഒരു കാരണമാകാറുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷി, അവരുടെ എഗ് പ്രൊഡക്ഷൻ, എഗ് ഉണ്ടാകുന്ന ക്വാളിറ്റി ശരിയാണോ എന്ന് നോക്കും. എഗ് ഉണ്ടാകുന്ന സമയത്ത് എഗ് റിലീസ് ആകുന്നത് പ്രോപ്പറാണോ എന്ന് നോക്കും. അവരുടെ കോൺടാക്ട് ആക്ടിവിറ്റീസ്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നോർമൽ ട്രയൽ കിട്ടുന്നില്ല എങ്കിൽ മെഡിസിൻസ് കൊടുക്കും. നമ്മൾ മരുന്നുകളും ഇഞ്ചക്ഷൻസും ഒക്കെ ചിലർക്ക് വേണ്ടി വരും. ചിലപ്പോൾ ഒരു പടി മുമ്പോട്ട് പോയി IUI, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, ഹസ്ബൻഡ് സീമൻ കളക്ട് ചെയ്ത് സ്ത്രീകളുടെ യൂട്രസിൽ നിക്ഷേപിക്കുന്നതിനാണ് IUI എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ വരും. പുരുഷന്മാർക്ക് തീരെ കൗണ്ട് കുറവ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ മുട്ട ഉണ്ടാകുന്നതിൻ്റെ സാധ്യത കുറവ്. അപ്പോൾ എഗ് ഉണ്ടാകാനായിട്ട് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് സ്റ്റിമുലേറ്റ് ചെയ്തുള്ള സൈക്കിളിൽ ചിലപ്പോൾ നമ്മൾ IUI സജസ്റ്റ് ചെയ്യാറുണ്ട്. ട്യൂബിൽ ബ്ലോക്ക് ഉള്ള ലേഡീസ് ആണെങ്കിൽ IUI മാത്രം ചികിത്സാ രീതിയായിട്ട് നമുക്ക്, ട്യൂബിൽ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ IUI അല്ല IVF എന്നുള്ള ചികിത്സാ രീതിയിലേക്കായിരിക്കും അവരെ കൊണ്ടുപോകുന്നത്. ട്യൂബിൽ ബ്ലോക്ക് ഇല്ലാത്തവർക്കാണ് നമ്മൾ യൂഷ്വലി IUI സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ട്യൂബൽ, ഞാനിപ്പോൾ പറഞ്ഞ ട്യൂബിൽ ബ്ലോക്ക് ആണെങ്കിൽ IVF എന്ന് പറഞ്ഞ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്, അഥവാ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് ടെസ്റ്റ് ട്യൂബ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ഒരുപാട് പുതിയ ചികിത്സാ രീതികളുണ്ട്. അപ്പം തീരെ അളവ് കുറഞ്ഞ ബീജം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒട്ടുമേ എഗ് ഉണ്ടാക്കാതിരിക്കുക, അല്ലെങ്കിൽ 2 ട്യൂബ് ബ്ലോക്ക്, അവരുടെ ബോഡിയിൽ വേറെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ശരിയാകുന്നില്ല, വേറെ ഏത് ചികിത്സാ രീതി കൊടുത്തിട്ടും പ്രഗ്നൻസി കിട്ടുന്നില്ല എങ്കിലാണ് നമ്മൾ ചിലപ്പോൾ IVF സജസ്റ്റ് ചെയ്യാറ്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നൊരു കണ്ടീഷൻ, അതായത് ഒരു കാരണം ഡോക്ടറിന് പ്രത്യേകിച്ച് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, പക്ഷെ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ IVF സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴുള്ള ഈ ചികിത്സാ രീതികൾക്കൊന്നും തന്നെയും പാർശ്വഫലങ്ങളില്ല. നമുക്ക് വളരെ സേഫായിട്ട് സമാധാനമായിട്ട് ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്ത് നൂതന ചികിത്സാ രീതികൾ അവലംബിച്ച് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് സേഫായിട്ട് പോകാവുന്നതാണ്. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഓർത്ത് ഒരാളും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബോഡിക്ക് സേഫായിട്ടുള്ള എല്ലാ ന്യൂ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ലഭ്യമാണ്. ലാപ്രോസ്കോപ്പിക് സർജറി, അതായത് ഗൈനക്കിൽ ഇപ്പം മിക്ക പ്രൊസീജിയേഴ്സും കടന്നു പോകുന്നത് ലാപ്രോസ്കോപ്പിയിലൂടെ ആയിരിക്കും. അപ്പം അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് അതിന്റെ ക്ലാരിറ്റി അറിയില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ സക്സസ് ആവുമോ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമോ എന്നൊക്കെയുള്ള ആളുകൾക്ക് പേടിയുണ്ടാവും. അപ്പൊ നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നതിലെ ഒരു ആധികാരികത കാണുന്നവർക്കൊന്നും പറഞ്ഞു. ലാപ്രോസ്കോപ്പിക് സർജറി ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. നമുക്ക് പെയിൻലെസ് ആയിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്വന്തം ജീവിതശൈലിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ലളിതമായ ഒരു ശസ്ത്രക്രിയയാണ് ലാപ്രോസ്കോപ്പിക് സർജറി. ഇതിനെ അഥവാ നമ്മൾ മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയുന്നത്, അതായത് ചെറിയ 3 ദ്വാരം അല്ലെങ്കിൽ 4 ദ്വാരമായിരിക്കും ശരീരത്തിൽ വരുന്നത്. ഇപ്പം ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ കാലിൽ കമ്മലിടാനായിട്ട് നമ്മൾ ചെറിയ പിയേഴ്സിങ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ മൂക്കിൽ കുത്താനായിട്ട് പിയേഴ്സ് ചെയ്യുന്ന പോലെ ചെറിയ ഹോളുകൾ തന്നെ അടഞ്ഞു പോകും. 24 മണിക്കൂറിലുള്ള ഹോൾ അടയുകയാണ്. ഇപ്പോൾ ക്യാമറ ഇടാൻ ഉപയോഗിക്കുന്ന പോർട്ടിൻ്റെ വലിപ്പം 10 മില്ലിമീറ്റർ 1 സെൻറ്റിമീറ്റർ ഉള്ളൂ. സൈഡിലുള്ള വർക്കിംഗ് പോർട്ടുകളുടെ വലിപ്പം 0.5 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ അത് 5 മില്ലിമീറ്റർ പോർട്ടിൽ കൂടെ നമ്മൾ ചെയ്ത് ഊഹിക്കേണ്ടത്, എത്രയും ചെറിയ ദ്വാരത്തിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ വയറിൻ്റെ 5 ലെയേഴ്സ് ഓപ്പൺ ചെയ്ത്, അത് മിനിമം ഒരു 7 സെൻറ്റിമീറ്ററിൽ ഓപ്പൺ ചെയ്യാതെ ഒരു ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റില്ല. പിന്നെ തിരിച്ചതെല്ലാം തുന്നി വരുമ്പോൾ ഈ തുന്നൽ ഭാഗത്ത് ചിലപ്പോൾ വിലക്കുറവ് വന്നിട്ട് ഹെർണിയാസ് ഒക്കെ വരാം. ലാപ്രോസ്കോപ്പിയിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫ്യൂച്ചറിൽ ഹെർണിയാസ് വരുന്നില്ല, വൂണ്ട് ഇൻഫെക്ഷനുള്ള ചാൻസ് ഇല്ല, കാരണം മിനിമൽ വൂണ്ടേ ഉള്ളൂ. പിന്നെ തുന്നലില്ല, അപ്പം പെയിൻ ഇല്ല. എത്രയും പെട്ടെന്ന് അവർക്ക് നോർമൽ ലൈഫിലേക്ക് വരാം. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് എല്ലാം കണ്ടു തന്നെയാണോ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത്? ലാപ്രോസ്കോപ്പിയിൽ പോലെ കണ്ട് ചെയ്യുന്നൊരു സർജറി വേറെ ഇല്ല. 2 സർജറി മികവുറ്റത് തന്നെയാണ്. പക്ഷേ പേഷ്യൻസിന് കുറച്ചുകൂടെ ഹെൽപ്പ്
ലാപ്രോസ്കോപ്പിയാണ്. കാരണം വേദനയില്ല, ഫ്യൂച്ചർ കോംപ്ലിക്കേഷൻസ് കുറവാണ്. എത്ര വലിയ മുഴകളും നമുക്ക് ലാപ്രോസ്കോപ്പിക്കൂടെ മാറ്റാനുള്ള ഇത്തരം ടെക്നിക്സ് ഉണ്ട്. ഇപ്പം ഓങ്കോ സർജറീസ്, ക്യാൻസർ സർജറീസ് പോലും നമ്മൾ ലാപ്രോസ്കോപ്പിക്കൂടെ ഫലപ്രദമായി മാറ്റാറുണ്ട്. അപ്പോൾ ഓപ്പൺ സർജറിയും കീഹോൾ സർജറിയും ചെയ്യുന്ന ഒരു സർജനാണ് ഞാൻ. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ 2 പേഷ്യൻസിന് ഫീഡ്ബാക്ക് കിട്ടുന്നു. ഓപ്പൺ സർജറി പേഷ്യൻസ് കുറച്ച് വേദനയൊക്കെ എടുത്ത് കുറച്ച് ദിവസം കഴിയുന്ന റിക്കവർ ചെയ്ത് വരാം. എങ്കിലും അവർക്ക് ഒരു 2 ആഴ്ചത്തെ റിക്കവർ ചെയ്യും. മറ്റവർ പിറ്റേ ദിവസം തൊട്ട് തന്നെ പഴയതുപോലെയാണ്. ഓപ്പറേഷൻ മുമ്പ് എങ്ങനെയാണോ പിറ്റേ ദിവസം അവരെ കാണുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ട് അതേ ആരോഗ്യത്തിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ് ആസ് എ ഡോക്ടർ എൻ്റെ സജഷൻ.